ഇത് കണ്ട ഒരു 250 രൂപ എടുക്കുകയാണെങ്കിൽ അവർ എടുത്തോട്ടെ. ഇത് കണ്ട ഇതിന്റെ വില. എനിക്ക് ഇന്ന് കിട്ടിയ പൈസ ഞാൻ ഇന്ന് കിരീടം വെച്ച് മേലെ ഡ്രസ്സ് കൊണ്ട് ചൂടായിട്ട് 10 പേർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാന്നൊക്കെ വിചാരിച്ച പൈസയാണ് ഇത് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പോ ഞാൻ തിരിച്ചു പോണതിപ്പോ ഈ സമയം ഇനിയിപ്പോ ഇവിടുന്ന് ഓട്ടോ വിളിക്കണമെങ്കിൽ 1000-600 രൂപയോ. എന്തിനാ ഇത് ചെയ്തത്? അവർക്ക് ഉപകാരമില്ല. ഈ ചാർജറിന്റെ വില കണ്ട ഭയങ്കര വിലയാണ് ഇത് ആപ്പിളിന്റെ. ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടെ വാങ്ങണം, എനിക്ക് വയ്യ. ആ ഓണറിനെ വിളിച്ചപ്പോ ഓണർ പറയാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരു ഓണറെ പറയാ. ഇതിപ്പോ അവര് 250 രൂപ എടുത്തപ്പോ ആ പൈസ എടുത്തു കേട്ടോ. പൈസയുടെ വിഷണം 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ചത്. ഈ രാവിലെ തൊട്ട് ഉച്ചവരെ കിരീടവും വെച്ച് ഡ്രസ്സ് വിട്ട് ചൂടായിട്ട് എന്തിനെങ്ങനെ വേദനിപ്പിക്കുന്നു? കണ്ടില്ലേ? ഇപ്പൊ ഇവിടെ വന്ന് എടുത്താണ്. ഇന്ന് കിട്ടിയ പൈസക്ക് ഇങ്ങനെ പോയി. അപ്പൊ ആരെങ്കിലും റൂമിൽ പോവുകയാണെങ്കിൽ റൂമിൽ സാധനം വെച്ച് പോയാൽ അത് ഗോവിന്ദൻ തന്നെ. ഓണറിനെ വിളിച്ചപ്പോ ഓണർ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്യുന്നത്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഈ ഉണ്ണിക്കണ്ണ 4ാം ക്ലാസ് പാവപ്പെട്ടവൻ ചളിക്കുഴിയിൽ നിന്ന് വന്നവനാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടും ദൈവവും വിജയണനാണ്. കണ്ടില്ലേ? എന്റെ കയ്യിൽ കാശും പണമൊന്നുമില്ല. കാശുള്ളവർക്ക് എന്തും നടക്കും, നമുക്കത് നടക്കില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്ന ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. കിടക്കപ്പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മള് വീട്ടിൽ ഇതാണെങ്കിലും പ്രശ്നം വന്ന ഒരുത്തനും ഉണ്ടാവില്ല. അപ്പൊ അത് ആലോചിച്ച് എന്താ വേണ്ടി ചെയ്യുക? ഇത്രയുള്ള എനിക്ക് പറയാം, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഏതൊക്കെ റൂമിൽ വെച്ച് പോയാൽ ഓണർമാർ, എല്ലാ ഓണർമാരും ഈ ഓണർ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റും ചെയ്യാം, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അനുഭവിച്ച് മിണ്ടാണ്ടിരിക്കുക. അതായത് ഞാൻ നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറ്റിക്കുന്നത്. ரொம்ப நல்லவனா இருக்காத. ஓகே.